നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നാട്ടിൽ ഇപ്പോൾ സ്കൂൾ അവധിയാണ്. 2 മാസം അവധിയാണ്. ഇപ്പോൾ ഏകദേശം 15 ദിവസം കഴിഞ്ഞു. അപ്പോൾ ഞാൻ എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ അവധിക്കാലത്ത് കുഞ്ഞുങ്ങളുടെ എല്ലാ കാര്യങ്ങളും പലപ്പോഴും ഡിസോർഡർ ആവുകയാണ് ചെയ്യുന്നത്. കാരണം അവർക്ക് ഇഷ്ടം പോലെ ചെയ്യാം. അവർക്ക് ഇഷ്ടത്തിന് കളിക്കാം, ഇഷ്ടത്തിന് TV കാണാം, ഇഷ്ടത്തിന് കാർട്ടൂൺസ് വാച്ച് ചെയ്യാം, ഇഷ്ടത്തിന് ടാബ്ലറ്റ്സ് കളിക്കാം, ഇഷ്ടത്തിന് അവർക്ക് ഗെയിംസ് കളിക്കാം, ഇഷ്ടത്തിന് അവർക്ക് ഫോൺ ഉപയോഗിക്കാം. അങ്ങനെയൊക്കെ ഉള്ള ഒരു സാഹചര്യത്തിലാണ്. അപ്പോൾ കഴിഞ്ഞ ഒരു 10 മാസം, കഴിഞ്ഞ ജൂൺ മുതൽ ഈ കഴിഞ്ഞ മാർച്ച് വരെ അവരൊരു ഓർഡറിലാണ് പോയിക്കൊണ്ടിരുന്നത്. രാവിലെ എഴുന്നേക്കുന്നു, സ്കൂളിൽ പോകുന്നു, അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരുന്നെങ്കിൽ ഈ 2 മാസം അവരുടെ കാര്യങ്ങളൊക്കെ ഡിസോർഡർ ആവുകയാണ്. അപ്പോഴും നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ദൈവവചനം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുവാൻ നമ്മൾ മറന്നു പോകരുത്. ഇപ്പോൾ വെക്കേഷൻ ബൈബിൾ സ്കൂളുകൾ ഒത്തിരി ചർച്ചകളിലുണ്ട്. കഴിയുവാണെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ വെക്കേഷൻ ബൈബിൾ സ്കൂളിലേക്ക് അയക്കണം. അല്ലെങ്കിൽ ക്യാമ്പുകളുണ്ട്, സ്പിരിച്വൽ ക്യാമ്പുകൾ, അവിടെയൊക്കെ നിങ്ങൾ അയക്കണം കുട്ടികളെ. എന്നിട്ട് ബാക്കിയുള്ള ടൈം അവരെന്ത് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. അപ്പോൾ നമുക്ക് അപ്പച്ചനും അമ്മച്ചിയൊക്കെ തോന്നും, ഞങ്ങൾ എന്താ ചെയ്യാനാണ്. തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ സമയത്ത് നമ്മൾ വചനം കൊടുക്കണം. ഈ സമയത്ത് അവർക്ക് ഒത്തിരി വചനം വായിക്കുവാനായിട്ട് നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കണം. ദൈവവചനപ്രകാരമുള്ള അല്ലെങ്കിൽ ദൈവവചനത്തിലുള്ള കാര്യങ്ങൾ ആക്ടിവിറ്റി ആയിട്ടൊക്കെ നിങ്ങൾക്ക് അവർക്ക് കൊടുക്കാം. ഒരു ഗെയിംസ് പോലെയൊക്കെ കൊടുക്കാം, ബൈബിൾ ക്വിസ് പോലെയൊക്കെ കൊടുക്കാം. കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ട് അവർ മറുപടി പറയുവാണെങ്കിൽ അതിന് ഗിഫ്റ്റ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അപ്പച്ചനും അമ്മച്ചിക്കും ഒക്കെ കൊടുക്കാം. അതുമല്ലെങ്കിൽ ദൈവവചനത്തിലുള്ള അല്ലെങ്കിൽ വേദപുസ്തകത്തിലുള്ള വിശ്വാസ വീരന്മാരെ കുറിച്ച്, വേദപുസ്തകത്തിലെ കഥാപാത്ര അല്ലെങ്കിൽ ഓരോ ചരിത്ര പുരുഷന്മാരെ കുറിച്ചും, വേദപുസ്തകത്തിലെ ഓരോ സംഭവങ്ങളെ കുറിച്ചും കുഞ്ഞുങ്ങളെ വ്യക്തമായിട്ട് പഠിപ്പിക്കാം. ഇതെല്ലാം എന്തിനു ചെയ്യുന്നതെന്ന് വെച്ചാൽ, വചനം പറയുന്ന ഒരു കാര്യമുണ്ട്, ഓർത്തുകൊള്ളണം. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവൻ അഭ്യസിക്കുക, അവൻ വൃദ്ധനായാലും അത് വിട്ടു മാറുകയില്ല. അപ്പോൾ കുഞ്ഞുങ്ങൾ നടക്കേണ്ടുന്ന വഴി ഏതാണെന്ന് നമുക്ക് പഠിപ്പിക്കുവാൻ കിട്ടുന്ന നല്ലൊരു അവസരമാണ് ഈ 2 മാസത്തെ അവധി എന്ന് പറയുന്നത്. അപ്പോൾ ഈ സമയത്ത് നമ്മളവരെ കൃത്യമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ ട്രെയിൻ ചെയ്താൽ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൃത്യമായിട്ട് കൊടുക്കേണ്ടുന്ന കാര്യങ്ങൾ വചനപ്രകാരം നമ്മൾ നൽകിയാൽ, ജൂൺ മുതൽ അവർ സ്കൂളിൽ പോകുമ്പോൾ അവരുടെ ലൈഫ് മാറും. തീർച്ചയായിട്ടും അവരുടെ ജീവിതങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാവും. നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റി പോവുകയില്ല. അതുകൊണ്ട് ഈ സമയത്ത് കുഞ്ഞുങ്ങൾ കളിച്ചോട്ടെ, അവരെ ഒന്നും നമ്മൾ ടൈറ്റ് ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത്. കുഞ്ഞുങ്ങൾ ആരും എന്നോട് പിണങ്ങരുത്. ഇത് കേട്ടിട്ട്, ഓ അങ്കിൾ എന്തുവാ ഞങ്ങൾ കളിക്കേണ്ട സമയത്ത് ഞങ്ങളെ വീണ്ടും പിടിച്ച് ബൈബിൾ എന്ന് പറഞ്ഞിരുത്തുവാണോ. ഞാൻ കുഞ്ഞുങ്ങളെ പിണക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ഈ സമയത്ത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വചനം കൊടുക്കുവാനും വചനത്തിൽ അവരെ നിർത്തുവാനും പ്രാർത്ഥനാ ജീവിതം പരിശീലിപ്പിക്കുവാനും ഒക്കെ നമ്മൾ മറന്നു പോകരുത്. കാരണം നമ്മൾ ജീവിക്കുന്ന ലോകം ദുഷ്ടത നിറഞ്ഞ ഒരു ലോകമാണ്. ഈ ലോകത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വിജയികളായിട്ട് തീരട്ടെ. God bless you.